മച്ചന്മാരെ, നിങ്ങൾക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കണോ, അല്ലെങ്കിൽ സോളാർ വെക്കാൻ വേണ്ടി നിങ്ങൾ എന്തോരു രൂപ മുടക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഡിവൈസ് വാങ്ങിയാൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു ഡിവൈസ് വാങ്ങിയത്. 1550 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. പിന്നെ അതിൻ്റെ മൗണ്ടും കൂടി വാങ്ങി, അതുകൊണ്ട് 100 എക്സ്ട്രാ വന്നിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി ഉള്ള ഒരു സാധനമാണിത്. ഇതിൻ്റെ പേരാണ് എനർജി മീറ്റർ. നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് ഈ ഒരു സാധനം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് യാതൊരുവിധ ഡാമേജും ഉണ്ടായിട്ടില്ല. ഈ കാണുന്ന പോലെ ഒരു ബോക്സും കൂടെ എക്സ്ട്രാ ഞാൻ വാങ്ങിയിരുന്നു. അതിന് 100 രൂപ. അതും കൂടെ കൂടി 1649 രൂപയാണ് വന്നിരിക്കുന്നത്. എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായി ഒരു ലൈക്ക് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കൂട്ടുകാരിലേക്ക് എത്തിച്ചതിനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനം എത്ര വാട്ട് എടുക്കുന്നു, എത്ര ആംബിയർ എടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ, പവർ ഫാക്ടർ, വോൾട്ടേജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ഓരോ ദിവസം ഉപയോഗത്തിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് ഇത് ആദ്യം മുതൽ ഉപയോഗിക്കുന്ന പോലെ ആക്കാം. അതുകൊണ്ട് ഓരോ ദിവസവും എത്ര യൂണിറ്റ് കറണ്ട് നമ്മൾ ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇതിൽ 40 വോൾട്ട് തൊട്ട് 300 വോൾട്ട് വരെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ കറണ്ട് 0 തൊട്ട് 100 ആംബിയർ വരെ ചെക്ക് ചെയ്യാം. അതുപോലെ പവർ ആണെങ്കിൽ 0 തൊട്ട് 30,000 വാട്ട് വരെ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എനർജി 1,00,000 താഴെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ആണെങ്കിൽ ഫ്രീക്വൻസി ആണെങ്കിൽ 45 തൊട്ട് 65 വരെ, പവർ ഫാക്ടർ 1 വരെ. ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വളരെയധികം എളുപ്പമാണ്, ഒന്നും അറിയാനില്ല. ഇവിടെ ഫേസും ന്യൂട്രലും കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് ഓണാവും. പിന്നെ ആണെങ്കിൽ നമ്മൾ ലോഡ് കൊടുക്കുന്ന അതിലെ ഫേസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽറ്റായിട്ട് CT ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു മുതൽ വർക്കാവുന്നത്. ഈ ഒരു എനർജി മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള TV, ഫ്രിഡ്ജ്, മോട്ടർ എന്ന് വേണ്ട AC മുതൽ സകല സാധനങ്ങളും, എന്തിന് ഒരു ചെറിയ ബൾബ് വരെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അത് എത്ര യൂണിറ്റ് വരെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എത്ര യൂണിറ്റ് എടുക്കുന്നു, എത്ര വാട്ട്സ് എടുക്കുന്നു, എത്ര ആംബിയർ ലോഡാവുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഡിവൈസ് വഴി സാധിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റീസെറ്റ് ചെയ്തിട്ട് പുതിയ റീഡിംഗ് എടുക്കാനും സാധിക്കും. അതിനായിട്ട് റീസെറ്റ് ബട്ടൺ ഒരു 5 സെക്കൻഡ് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഈ ഒരു ഡിവൈസ് റീസെറ്റ് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പുതിയ റീഡിംഗ് എടുക്കാൻ സാധിക്കും. ഈ ഒരു മീറ്റർ വെച്ചിട്ട് ഓരോ ദിവസം എത്ര യൂണിറ്റ് നിങ്ങളുടെ വീട്ടിൽ എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് പുതിയൊരു സോളാർ വയ്ക്കുമ്പോഴൊക്കെ എത്ര രൂപ മുടക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ ഫേസും ന്യൂട്രലും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് പവർ ഓൺ ആവുന്നതായിരിക്കും. ഈ ഡിവൈസിലേക്ക് വേണ്ട പവർ ഇവിടെ കാണുന്ന ഈ 2 പോയിന്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫേസും ന്യൂട്രലും കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈസ് ഓൺ ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ലോഡ് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഉള്ളൊരു ഹോളിൽ കൂടെ ആ ലോഡിലേക്കുള്ള കേബിൾ കൊടുക്കണം. പിന്നെ ഈ രീതിയിൽ നമ്മൾ ഫേസും ന്യൂട്രലും ഈ ഡിവൈസിലേക്ക് കൊടുത്തിട്ട് പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഡിവൈസ് ഓൺ ആവുന്നതായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു മുതൽ ചെക്ക് ചെയ്യുന്നത്. നല്ല അടിപൊളി കളർ ഡിസ്പ്ലേ ആണ്. ഇതിൽ ആംബിയറും വാട്ടും മറ്റു കാര്യങ്ങളും കാണിക്കാത്തത്, നിലവിൽ നമ്മൾ ഇതിനകത്ത് ലോഡും കൊടുത്തിട്ടില്ല, ലോഡിൻ്റെ കേബിളും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ കാണിക്കും? അത് കൊടുത്ത് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയ DB ബോക്സിലാണ്. ഇതല്ല നമ്മുടെ വീട്ടിലെ ഒറിജിനൽ DB ബോക്സ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് KCB ഇല്ല, നമ്മൾ ഫുള്ളായിട്ട് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ താമസിക്കാണ്ട് ഫുള്ളായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും ഈ കാണുന്ന മഞ്ഞ കേബിളാണ് നമ്മുടെ വീട്ടിൽ ലോഡ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ രീതിയിൽ കയറ്റിയിടുന്നു. അതിനുശേഷം ഇതിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടി ആ ചുവന്ന കേബിളും വെള്ള കേബിളും കൊടുക്കുന്നു. അങ്ങനെ ഡിവൈസ് ഓണാക്കുന്നു. ഇത്രയുള്ളതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. ഈ ഒരു മുതൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന സാധനങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ പഴയ ഫാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് എടുക്കുന്നതായിരിക്കും. രാത്രിയിലൊക്കെ മൊത്തം സമയം ഉപയോഗിക്കുന്നതാണ്. അത് മാറ്റി BLDC ഫാൻ ആക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രിഡ്ജിന് നല്ല രീതിയിൽ കറണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ നോക്കുക. കുറച്ച് സമയം ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കുക. അതൊക്കെ പിന്നീട് മാറ്റിയാൽ മതി. കൂടുതൽ സമയം ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ആ ഒരു ഡിവൈസ് എടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഒരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് എത്ര വാട്ട് കാണിക്കുന്നുണ്ട്,
എന്തെങ്കിലും എനർജി ലോസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് ശേഷം നിങ്ങൾ ഓരോ MCB ഓഫാക്കി ഓണാക്കി കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എവിടെയെങ്കിലും വല്ല ലീക്കേജ് ഉണ്ടെങ്കിൽ, ഒരു ഡിവൈസ് അവിടെ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു എനർജി ലോസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യിപ്പിക്കുക. എൻ്റെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് കറണ്ട് ഇന്നർ റൂമിൽ കൂടുതൽ എടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. അത് വലിയ ചിലവായിട്ട് നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ പിന്നീടുള്ള കാശ് പോകാണ്ടിരിക്കാൻ അതൊരു വഴിയാണ്. പിന്നെ ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ എനർജി സേവിംഗ് ഉള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മാറിയിട്ട് ഒരു കുറഞ്ഞ പൈസയൊക്കെ മുടക്കി സോളാർ വെച്ചാൽ മതി. കൂടുതൽ പൈസ മുടക്കി സോളാർ വയ്ക്കുന്നത് ഒരു നഷ്ടമുള്ള കാര്യമാണ്, അതാണ് സത്യം.